ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് വെള്ളമാണ്. 1 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് വെള്ളം കറക്റ്റായിരിക്കും. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ അത് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ഏലക്കായാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അതൊഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. അതൊന്ന് നന്നായി ചിക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ടെല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നും ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഇത് ഓരോന്നിലായിട്ട് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഓരോ സ്പൂണായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാത്തിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഫസ്റ്റ് പകുതിയായിട്ട് മടക്കിയിട്ട് നമ്മൾ കോഴിയടയുടെ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ മടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രയർ ഓൺ ചെയ്യാം. ഒരു പേപ്പർ വെച്ച് കൊടുക്കാം അടിയിൽ. അത് നമുക്കൊന്ന് ഓയിൽ തടവി കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ 2 ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ബാച്ചിൽ 6 എണ്ണം, രണ്ടാമത്തെ ബാച്ചിലും 6 എണ്ണം, മൊത്തം 12 എണ്ണമാണ് ഉള്ളത്. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരം 180 ഡിഗ്രിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. സെയിം 180 ഡിഗ്രിയിൽ തന്നെയാണ്. 5 മിനിറ്റും കൂടെ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
ഞാനിപ്പോൾ എല്ലാം കൂടെ ഇത് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് കാണിക്കാവേ. നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്പൈസി ആയിട്ടുള്ള മസാല ഫില്ല് ചെയ്തിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പോൾ മധുരത്തിലാണ് ചെയ്തെടുത്തത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.